കണ്ടിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ തലപ്പൊക്കം കൊണ്ട് ശ്രദ്ധേയനായിരുന്നു സഖാവ് വി.എസ്. തന്റെ ജീവിതയാത്രയിലുടനീളം സമരങ്ങളോട് സഹവർത്തിത്വം പുലർത്തിയ രാഷ്ട്രീയ ശൈലിയുടെ ഉടമ കൂടിയാണ് സഖാവ്. പുന്നപ്രയുടെയും വയലാറിന്റെയും സമരഭൂമിക പകർന്ന കരുത്തായിരുന്നു സഖാവിനെ മുന്നോട്ട് നയിച്ച പ്രധാനപ്പെട്ട ഘടകം. പല പ്രതിസന്ധികളെയും അതിജീവിച്ചായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ വി.എസ്. അച്യുതാനന്ദൻ ഒരു വൻമരമായി ഉയർന്നു വന്നത്. പൊതുവെ പറയാനുള്ളത് എന്തും വെട്ടിത്തുറന്നു പറയുന്നവരല്ല രാഷ്ട്രീയ നേതാക്കൾ. അത്തരം ശൈലിയിൽ നിന്നും ഏറെ വ്യത്യസ്തനായി പറയുവാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും ആർജവത്തോടെ പറയുന്ന ആളായിരുന്നു വി.എസ്. അദ്ദേഹം നടത്തിയ തുറന്ന സമരമുഖങ്ങളും ആശയ പോരാട്ടങ്ങളും സാമൂഹ്യ രാഷ്ട്രീയ നിലപാടുകളും പാരിസ്ഥിതിക ഇടപെടലുകളും വേറിട്ട് തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നിയമസഭയ്ക്ക് അകത്തും പുറത്തും വി.എസ്. തന്റേതായ ശൈലിയിൽ നടത്തിയ പ്രസംഗങ്ങളും നർമ്മം കലർന്ന പ്രതികരണങ്ങളും ഏറെ ശ്രദ്ധേയമായിരുന്നു. ഇതിഹാസ സമാനമായ രാഷ്ട്രീയ ജീവിതമായിരുന്നു വി.എസിന്റേത്. പാർട്ടിയിലും പുറത്തും വി.എസ്. നയിച്ചത് അതുല്യമായ വിപ്ലവ ജീവിതമായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുടെ പിടിയിലായതിനെ തുടർന്ന് കുറച്ചു വർഷങ്ങളായി വി.എസ്. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. 2019 വരെ ജനകീയ പ്രശ്നങ്ങളിൽ അദ്ദേഹം സജീവമായി ഇടപെട്ടിരുന്നു. പിന്നീടാണ് അസുഖബാധിതനാവുകയും വിശ്രമ ജീവിതത്തിലേക്ക് പോവുകയും ചെയ്തത്. പുന്നപ്ര വയലാർ സമരനായകനും സ്വാതന്ത്ര്യ സമര പോരാളിയുമായ വി.എസ്. പാർട്ടിക്കകത്തും പുറത്തും തിരുത്തൽ ശക്തിയായി നിലകൊണ്ടിട്ടുണ്ട്. അഴിമതിക്കാർക്കെതിരെ അതിശക്തമായ പോരാട്ടങ്ങളാണ് വി.എസ്. നടത്തിവന്നത്. നേരിട്ടുള്ള വ്യവഹാരങ്ങളിലൂടെയും അഴിമതിയെ നേരിടാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ പാർട്ടിയിലും വേറിട്ട സമീപനമായിരുന്നു. 2006-2011 കാലഘട്ടത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന വി.എസ്. കേരളത്തിലെ ഏറ്റവും ജനകീയ മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു. EMS ഭവന പദ്ധതി, പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള നിലപാടുകൾ ഇവയെല്ലാം അദ്ദേഹത്തെ ജനമനസ്സുകളിൽ അടിയുറച്ച നേതാവാക്കി മാറ്റി. സമരത്തിന് ഭരണ പ്രതിപക്ഷ ഭേദം നോക്കാതെ അപൂർവ നേതാക്കളിൽ ഒരാൾ കൂടിയായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സംസ്ഥാന ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാനായിരുന്നു. ഔദ്യോഗികമായി അദ്ദേഹം വഹിച്ച അവസാന പദവിയുമാണിത്. കഷ്ടപ്പാടുകളും കയ്പ് നിറഞ്ഞ ബാല്യമായിരുന്നു വി.എസിന്റേത്. 1923 ആലപ്പുഴയിലെ പുന്നപ്രയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച വി.എസ്. 7ാം ക്ലാസ്സിൽ വെച്ച് പഠനം അവസാനിപ്പിച്ച ശേഷം ആദ്യം തുണിക്കടയിലും പിന്നീട് കയർ ഫാക്ടറിയിലും ജോലി ചെയ്തു. 1938 അച്യുതാനന്ദൻ സ്റ്റേറ്റ് കോൺഗ്രസിലെ അംഗമായിട്ടാണ് വി.എസ്. പൊതുപ്രവർത്തന രംഗത്തേക്ക് എത്തുന്നത്. ഇടതുപക്ഷ ആശയങ്ങളിൽ ആകൃഷ്ടനായ അദ്ദേഹം ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു. 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം നേടുന്നത്. പിന്നീട് അങ്ങോട്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നാടിനും പാർട്ടിക്കും വേണ്ടി നിരന്തരം നിലകൊണ്ട ആളായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ എന്ന സഖാവ് വി.എസ്. പാർട്ടി ഭൂരിപക്ഷം നേടുമ്പോൾ വി.എസ്. തോൽക്കുകയോ വി.എസ്. ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുകയോ ചെയ്യുന്ന സാഹചര്യമായിരുന്നതിനാൽ മന്ത്രിയാകുന്നതിന് മുൻപ് മുഖ്യമന്ത്രിയായി നേരിട്ട് അധികാരമേറ്റ രാഷ്ട്രീയ നേതാവ് കൂടിയാണ് വി.എസ്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി.എസിനെ മത്സരിപ്പിക്കുന്നത് സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതോടെ പാർട്ടി അണികൾ ഒന്നാകെ തെരുവിലിറങ്ങി. ഇതോടെ നയം മാറ്റിയ പാർട്ടി വി.എസിനെ മത്സരിപ്പിച്ചു. മലമ്പുഴയിൽ മത്സരിച്ച വി.എസും കേരളത്തിൽ ഇടതുമുന്നണിയും മികച്ച വിജയം നേടിയതോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് CPM-നുള്ളിൽ നിന്ന് മറ്റു പേരുകൾ ഉണ്ടായിരുന്നില്ല. 2011 തെരഞ്ഞെടുപ്പിൽ വി.എസ്. വിജയം തുടർന്നെങ്കിലും മുന്നണിക്ക് 4 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ അധികാരം നഷ്ടമായി. പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റ വി.എസ്. കേരളത്തിൽ തീപ്പൊരിയായി പ്രവർത്തിച്ചു. അതിന്റെ ഫലം ശരിക്കും കിട്ടിയത് 2016 തെരഞ്ഞെടുപ്പിൽ പിണറായിക്കാണ്. ഇടതുമുന്നണി വൻപം വിജയം നേടിയപ്പോൾ പിണറായി വിജയൻ ആദ്യമായി മുഖ്യമന്ത്രി കസേരയിലെത്തി. പ്രതിപക്ഷ നേതാവായിരുന്ന വി.എസിന് ഭരണപരിഷ്കരണ കമ്മീഷൻ പദവി നൽകാനായിരുന്നു പാർട്ടി തീരുമാനം. എതിർപ്പുകളൊന്നും ഉന്നയിക്കാതെ അദ്ദേഹം ആ പദവി സ്വീകരിച്ചു. തന്റെ പദവികളെക്കാളും താൻ കൈവരിക്കുന്ന നേട്ടങ്ങളെക്കാളും പാർട്ടിയുടെയും ജനങ്ങളുടെയും പുരോഗതി ആഴത്തിൽ ആഗ്രഹിച്ചിരുന്ന ഒരു സഖാവിനെയാണ് വി.എസിന്റെ വേർപാടോടെ നഷ്ടമാകുന്നത്.